അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും വീണ്ടും വരാമെന്നരുളി ചെയ്തവനായ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ഞാൻ എൻ്റെ സ്നേഹവന്ദനം അറിയിക്കുന്നു. ഇന്ന് നാം പഠിക്കുവാൻ തുടങ്ങുന്നത് 98-ാം സങ്കീർത്തനമാണ്. അനുഗ്രഹിക്കപ്പെട്ട ഒരു സങ്കീർത്തനമാണ് 98-ാം സങ്കീർത്തനം. യേശുവിനെക്കുറിച്ച് സാക്ഷ്യം പറഞ്ഞ ഒരു ദൈവമകനോട് തൻ്റെ സ്നേഹിതൻ ചോദിച്ചത് ഇപ്രകാരമാണ്: നമുക്ക് ധാരാളം മതങ്ങളും ഗുരുക്കന്മാരും മാൽ ദൈവങ്ങളും ഉള്ളപ്പോൾ മറ്റൊരു മതത്തിൻ്റെ ആവശ്യം ഉണ്ടോ? ആ സ്നേഹിതൻ ചോദിച്ചത് ശരിയാണ്. നമുക്ക് മറ്റൊരു മതത്തിൻ്റെ ആവശ്യം ഇല്ല. നീന്തലറിയാത്ത ഒരു വ്യക്തി ആഴമുള്ള വെള്ളത്തിൽ വീണ് രക്ഷയ്ക്കായി നിലവിളിക്കുമ്പോൾ കരയിൽ നിന്നും മാർഗനിർദ്ദേശങ്ങൾ വിളിച്ചു പറഞ്ഞാലോ, വേഗം നീന്തി കരയ്ക്ക് വരൂ എന്ന് അറിയിച്ചാലോ, മുങ്ങിത്താഴുന്ന വ്യക്തിക്ക് അതുകൊണ്ട് യാതൊരു പ്രയോജനവും ലഭിക്കുകയില്ല. മുങ്ങിത്താഴുന്ന വ്യക്തിക്ക് ആവശ്യം നമ്മുടെ ധൈര്യപ്പെടുത്തലുകളോ ഉപദേശങ്ങളോ അല്ല, ഒരു രക്ഷകനെയാണ്. അതായത് താൻ എവിടെ താഴുമോ അവിടെ കടന്നു ചെന്ന് തന്നെ കോരിയെടുത്ത് മരണത്തിൽ നിന്ന് രക്ഷിച്ച് കരയിൽ എത്തിക്കുന്ന ഒരു രക്ഷകനെയാണ് ആ വ്യക്തിക്ക് ആവശ്യം. വെള്ളത്തിൽ മുങ്ങുന്ന വ്യക്തിയാണെങ്കിൽ നീന്തൽ അറിയാവുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് അയാളെ രക്ഷിക്കുവാൻ കഴിയും. എന്നാൽ പാപത്തിൽ മുങ്ങിത്താണ് ശാപഗ്രസ്തനായിരിക്കുന്ന വ്യക്തിക്ക് നീന്തലറിയാവുന്ന ഒരു വ്യക്തിയെ അല്ല ആവശ്യം. പിന്നെയോ പാപത്തെ ജയിച്ച പാപമില്ലാത്ത ഒരു രക്ഷകനെയാണ് ആവശ്യം. യേശു പറഞ്ഞു, ഒരു പാപിക്ക് മറ്റൊരു പാപിയെ രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന്. ഈ ഭൂമിയിൽ ഉള്ള ക്രിസ്തുമതം ഉൾപ്പെടെ ഒരു മതത്തിനോ ഒരു ഗുരുവിനോ ഒരു ആൾ ദൈവത്തിനോ പാപത്തിൽ മുങ്ങിത്താഴുന്ന ഒരു പാപിയെ രക്ഷിക്കുവാൻ കഴിയുകയില്ല. നീന്തലറിയാത്ത ഒരു വ്യക്തി ആഴമുള്ള വെള്ളത്തിൽ മുങ്ങിത്താഴുന്ന നീന്തലറിയാത്ത മറ്റൊരു വ്യക്തിയെ രക്ഷിക്കുവാൻ വെള്ളത്തിലേക്ക് എടുത്തു ചാടിയാൽ രണ്ടുപേരും വെള്ളത്തിൽ താഴ്ന്നു പോകുന്നത് പോലെ പാപമുള്ള ഒരു വ്യക്തി ഒരു പാപിയെ രക്ഷിക്കുവാൻ ശ്രമിച്ചാൽ രണ്ട് പാപികളും ഒരു പാപത്തിൽ താഴ്ന്നു പോകും. അതുകൊണ്ടാണ് ക്രിസ്തു മതത്തിനോ മറ്റേതെങ്കിലും മതത്തിനോ മനുഷ്യ ദൈവങ്ങൾക്കോ ഒരു പാപിയെ രക്ഷിക്കുവാൻ കഴിയുകയില്ല എന്ന് പറയുന്നത്. തന്നെയുമല്ല, ക്രിസ്തു മതം ഉൾപ്പെടെ ഒരു മതവും ഒരു ഗുരുവും ഒരു മനുഷ്യ ദൈവവും പാപത്തിനെതിരെ പ്രസംഗിക്കുകയോ പഠിപ്പിക്കുകയോ ചെയ്യുന്നില്ല. ബൈബിളിലെ ദൈവം വെറുക്കുന്ന കാര്യങ്ങൾ, അഥവാ ബൈബിളിലെ ദൈവം പാപത്തിൻ്റെ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങൾ എന്താണോ അതാണ് പാപം. ബൈബിൾ പഠിപ്പിക്കുന്നത് പാപം ചെയ്യുന്ന ദേഹി മരിക്കും എന്നാണ്. പാപത്തിൻ്റെ ശമ്പളം മരണമാണെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഇവിടെ മരണം എന്നാൽ സൃഷ്ടാവുമായി ബന്ധപ്പെടുവാൻ കഴിയാത്ത അവസ്ഥ എന്നാണ് അർത്ഥം. എന്നാൽ ഇപ്രകാരം മരിക്കുന്ന വ്യക്തികൾക്ക് ഇന്നൊരു രക്ഷകനുണ്ട്. അവനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശുവിനെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് ബൈബിളിലെ എബ്രായ ലേഖനം 7-ാം അധ്യായം 26-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത് എന്ന് രേഖപ്പെടുത്തിയതിന് ശേഷം അവൻ്റെ യോഗ്യതകൾ വിവരിച്ചിരിക്കുകയാണ്. യേശു പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേർവിട്ടവൻ എന്ന് പറഞ്ഞാൽ പാപത്തെ വെറുക്കുന്നവൻ എന്നർത്ഥം. സ്വർഗത്തെക്കാൾ ഉന്നതൻ. ഇപ്രകാരം യോഗ്യതകൾ മറ്റാർക്കും ഉള്ളതായി എനിക്കറിയില്ല. ആകയാൽ പാപത്തിൽ മുങ്ങിത്താഴുന്ന ഏതൊരു വ്യക്തിയെയും യഥാർത്ഥ മരണമായ നിത്യനരകത്തിൽ വീഴുന്നതിന് മുമ്പ് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ രക്ഷിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു പ്രാപ്തനാണ്. അതുകൊണ്ടാണ് യേശു മനുഷ്യവർഗത്തെ പാപത്തിൽ നിന്ന് രക്ഷിക്കുന്ന ഏകരക്ഷകനെന്ന് പറയുന്നത്. പാപികൾക്ക് വേണ്ടി മറ്റാരും തന്നെത്താൻ യാഗമായി തീർന്നിട്ടില്ല. യേശു പാപികളെ രക്ഷിക്കുന്നു. യേശു രോഗികളെ സൗഖ്യമാക്കുന്നു. യേശു മരിച്ചവരെ ഉയർപ്പിക്കുന്നു. യേശു നിത്യനരകത്തിൽ നിന്നും മനുഷ്യവർഗത്തെ രക്ഷിക്കുന്നു. ഇതിനെല്ലാറ്റിനും യേശു കഴിവുള്ളവനാണ് എന്ന് അവൻ തെളിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് യേശു മനുഷ്യവർഗത്തിൻ്റെ രക്ഷകനാണ്. പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും നിത്യമരണമായ തീ പൊയ്കയിൽ നിന്നും രക്ഷിക്കുവാൻ കഴിയുന്ന നല്ല രക്ഷകനാണ് അവൻ എന്ന് 98-ാം സങ്കീർത്തനം 3-ാം വാക്യം നമ്മെ പഠിപ്പിക്കുന്നു. ഭൂമിയുടെ അറുതികളൊക്കെ നമ്മുടെ ദൈവത്തിൻ്റെ രക്ഷ കണ്ടിരിക്കുന്നു എന്നാണ് 98-ാം സങ്കീർത്തനം 3-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്ന രക്ഷ ഇസ്രായേൽ മക്കളെ മിസ്രയീമിൽ നിന്നും രക്ഷിച്ച രക്ഷയും മുഴുവൻ മനുഷ്യരെയും പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും കർത്താവായ യേശു ക്രിസ്തു ക്രൂശ് മരണത്തിലൂടെ രക്ഷിച്ച രക്ഷയും ഉൾപ്പെടുന്നു. രണ്ട് രക്ഷയും ഭൂമിയുടെ അറുതികളൊക്കെയും കണ്ടിട്ടുണ്ട്. യേശു ക്രിസ്തു കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ മനുഷ്യവർഗത്തിന് പാപത്തിൽ നിന്നും ശാപത്തിൽ നിന്നും മോചനം ലഭിച്ചു. ആകയാൽ ഇനി രക്ഷ നേടുവാൻ മറ്റൊരു മാർഗം അന്വേഷിക്കേണ്ട ആവശ്യം മനുഷ്യവർഗത്തിന് ഇല്ല. യേശുവേ, നീ എൻ്റെ പാപവും ശാപവും നിൻ്റെ ശിരസിൽ ചുമന്ന്
കാൽവരി ക്രൂശിൽ എനിക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനൊരു പാപിയാണെന്ന് അംഗീകരിക്കുന്നു. ആകയാൽ നീ കാൽവരി ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. ഇനി മുതൽ ഞാൻ പാപം ചെയ്യാതെ ജീവിച്ചു കൊള്ളാമെന്ന് അങ്ങേക്ക് വാക്ക് തരുന്നു എന്ന് യേശുവിന് നാം വാക്ക് കൊടുത്താൽ നമ്മുടെ പാപങ്ങൾ അവൻ ക്ഷമിച്ച് തരികയും നമ്മുടെ ഹൃദയത്തിൽ ഉടനെ തന്നെ പാപത്തിൽ നിന്നും മോചനം ലഭിച്ച ആശ്വാസവും സമാധാനവും നിറയുകയും ചെയ്യുന്നു. ശരീരത്തിൽ നിന്നും നമ്മുടെ ആത്മാവ് വേർപെട്ടാലും നമ്മുടെ ആത്മാവ് ന്യായവിധിക്കായി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മുമ്പിൽ ചെല്ലേണ്ടി വരും എന്ന് നാം ഓർക്കണം. ഇന്ന് നാം അപ്രകാരം യേശുവിനോട് പാപമോചനത്തിനായി പ്രാർത്ഥിച്ചാൽ യേശു നമ്മുടെ ഹൃദയത്തിന് രാജാവായി നമ്മുടെ ഹൃദയത്തിൽ വന്ന് വാഴും. നാം നടക്കേണ്ടുന്ന വഴി നമ്മെ പഠിപ്പിക്കുന്നതിനും നമ്മുടെ ഹൃദയത്തിൽ സമാധാനം നിറയ്ക്കേണ്ടതിനും സാത്താൻ നമ്മുടെ ഹൃദയത്തിൽ കടക്കാതെ സൂക്ഷിക്കേണ്ടതിനും വേണ്ടിയാണ് കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ വാഴുവാൻ കടന്നു വരുന്നത്. നിരന്തരം നാം ബൈബിൾ തുടക്കം മുതൽ വായിക്കുകയും അനുസരിക്കുകയും ചെയ്യുമ്പോൾ നമ്മുടെ യേശുവിലുള്ള വിശ്വാസം വർദ്ധിക്കുകയും ഒരു വിശുദ്ധ ജീവിതം നയിക്കുവാൻ യേശു കർത്താവ് നമ്മെ സഹായിക്കുകയും ചെയ്യുന്നു. അപ്രകാരം നാം മാനസാന്തരപ്പെടുമ്പോൾ നാം ദൈവമകനും ദൈവമകളുമായി തീരുകയാണ് ചെയ്യുന്നത്. യേശു നമ്മുടെ ഹൃദയത്തിൽ കടന്നു വന്ന് നമ്മുടെ ഹൃദയത്തിൽ രാജാവായി വാഴുമ്പോൾ നമ്മുടെ രാജാവായ യഹോവയെ അഥവാ കർത്താവായ യേശു ക്രിസ്തുവിനെ നാം ഘോഷിക്കും എന്ന് 98-ാം സങ്കീർത്തനം 6-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഓർക്കുക, യേശു ക്രിസ്തു ഭൂമിയെ വിധിപ്പാൻ വരുന്നു എന്ന് 98-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. യോഹന്നാൻ എഴുതിയ സുവിശേഷം 14-ാം അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ദൈവത്തിൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കുവാൻ പോകുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കിയാൽ ഞാൻ ഇരിക്കുന്നിടത്ത് നിങ്ങളും ഇരിക്കേണ്ടതിന് പിന്നെയും വന്ന് നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. യേശു തൻ്റെ വാത്സല്യ ശിഷ്യന്മാരോട് പറയുന്ന വാക്കുകളാണ് നാം കേട്ടത്. ഈ പ്രാവശ്യം യേശു വരുന്നത് പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിൻ്റെ ക്രൂശിലെ രക്തത്താൽ കഴുകൽ പ്രാപിച്ച് ഒരു ദൈവമകനായി ദൈവമകളായി ജീവിക്കുകയും കറയും ചുളുക്കവുമില്ലാതെ തന്നെ താൻ വിശുദ്ധിയിൽ സൂക്ഷിച്ച് കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുകയും ചെയ്യുന്ന വിശുദ്ധന്മാരെ ചേർക്കുവാനാണ്. ആകാശമേഘത്തിൽ കർത്താവായ യേശു ക്രിസ്തു വരുമ്പോൾ നാം ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘത്തിൽ എടുക്കപ്പെടും. ഇതിനെക്കുറിച്ച് 1 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായം 16-17 വാക്യങ്ങളിൽ ഇപ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു: കർത്താവ് താൻ ഗംഭീരനാദത്തോടും പ്രധാന ദൂതൻ്റെ ശബ്ദത്തോടും ദൈവത്തിൻ്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം അവരോട് ഒരുമിച്ച് ആകാശത്തിൽ കർത്താവിനെതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെ ഇരിക്കും. ഈ പ്രാവശ്യം യേശു കർത്താവ് ആകാശമേഘത്തിൽ വന്ന് തനിക്കായി കാത്തു നിൽക്കുന്നവരെ മേഘത്തിൽ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. നമ്മിൽ പാപം കണ്ടാൽ നാം മേഘത്തിൽ എടുക്കപ്പെടുകയില്ല എന്ന് ഓർത്തുകൊള്ളണം. യേശുവിൻ്റെ വരവിന് അനേകം അടയാളങ്ങൾ ഭൂമിയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. ആ കാലത്തെക്കുറിച്ച് യേശു പഠിപ്പിച്ചത് ആ കാലം നോഹയുടെ കാലം പോലെയും ലോത്തിൻ്റെ കാലം പോലെയും വരും എന്നാണ്. ഈ 2 പേരുടെയും കാലത്ത് ജനം തങ്ങളുടെ വഴി വഷളാക്കിയിരുന്നു. സ്ത്രീയെ വിവാഹം കഴിക്കുന്ന മാർഗവും പുരുഷനെ വിവാഹം കഴിക്കുന്ന മാർഗവുമായിരുന്നു അന്നുണ്ടായിരുന്നത്. ദൈവം വെറുക്കുന്ന പാപമായിരുന്നു ഇത്. ഇപ്പോഴും ദൈവം ആ മാർഗത്തെ വെറുക്കുന്നു. അടുത്ത കാലത്ത് ഇന്ത്യൻ സുപ്രീം കോടതി പോലും സ്ത്രീകളെ വിവാഹം കഴിക്കുന്നതും പുരുഷന്മാരെ വിവാഹം കഴിക്കുന്നതും അംഗീകരിച്ചുകൊണ്ട് അതിനെതിരെ നിലനിന്നിരുന്ന നിയമം ക്യാൻസൽ ചെയ്തു. സുപ്രീം കോടതി അപ്രകാരം വിവാഹം കഴിക്കണമെന്ന് കൽപ്പിക്കുകയല്ല, പിന്നെയോ രഹസ്യത്തിൽ അപ്രകാരം ചെയ്തിരുന്നവരെ അവരുടെ ഇഷ്ടത്തിന് വിട്ടു എന്ന് മാത്രം. അതുപോലെ തന്നെ 18 വയസ്സ് പൂർത്തിയാക്കിയ പെൺകുട്ടികൾക്കും ആൺകുട്ടികൾക്കും സ്ത്രീ പുരുഷന്മാർക്കും അവർ വിവാഹിതരാണെങ്കിലും അല്ലെങ്കിലും ഇഷ്ടമുള്ളവരുമായി എവിടെ വേണമെങ്കിലും ജീവിക്കാമെന്ന് അംഗീകാരം കൊടുത്തു. അതിനെതിരെ ഉണ്ടായിരുന്ന നിയമവും ക്യാൻസൽ ചെയ്തു. ചുരുക്കി പറഞ്ഞാൽ മ്ലേച്ഛതകൾ പ്രവർത്തിക്കുവാൻ ഇന്ന് നിലവിൽ ഒരു മനുഷ്യ നിയമവും ഇല്ല, എതിരല്ല എന്ന് സാരം. തന്നെയുമല്ല, യൂട്യൂബ് വഴി ആവശ്യം പോലെ പാപം ചെയ്യുവാനുള്ള അവസരം കുട്ടികൾക്ക് പോലും ലഭ്യമായി കൊണ്ടിരിക്കുന്നു. ഓർക്കുക, ദൈവം വെറുക്കുന്ന പാപം ഭൂമിയിൽ നിറഞ്ഞുകൊണ്ടിരിക്കുന്നു. തന്നെയുമല്ല, സക്രിയ പ്രവചനം 12-ാം അധ്യായം 3-ാം വാക്യത്തിൽ പ്രകാരം രേഖപ്പെടുത്തിയിരിക്കുന്നു:
അന്നാളിൽ ഞാൻ ജെറുസലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വയ്ക്കും. അതിനെ ചുമക്കുന്നവനൊക്കെ കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിനെതിരെ കൂടി വരും. അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ട്രംപ് ഭരിക്കുമ്പോൾ കിഴക്കൻ ജെറുസലേമിനെ ഇസ്രയേലിൻ്റെ തലസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടു. അമേരിക്കയുടെ ഇസ്രയേലിലെ ആസ്ഥാനം കിഴക്കൻ ജെറുസലേമിലേക്ക് മാറ്റിക്കഴിഞ്ഞു. ഐക്യരാഷ്ട്രസഭയിലെ ഏകദേശം 192 രാജ്യങ്ങൾ കിഴക്കൻ ജെറുസലേമിനെ ഇസ്രയേലിൻ്റെ തലസ്ഥാനമായി മാറ്റിയതിന് എതിരെ പ്രമേയം കൊണ്ടുവന്നു. അമേരിക്ക അത് വീറ്റോ ചെയ്തു. എങ്കിലും 192 രാജ്യങ്ങൾ ഇസ്രയേൽ കിഴക്കൻ ജെറുസലേമിനെ തങ്ങളുടെ തലസ്ഥാനമാക്കിയതിൽ എതിർപ്പുള്ളവരാണ് എന്ന് നാം ഓർക്കണം. സകല ജാതികളും അതിനെതിരെ വരുന്നുണ്ട്. ഇസ്രയേലിനോ അറബികൾക്കോ ക്രിസ്ത്യാനിക്കോ കിഴക്കൻ ജെറുസലേം സ്വന്തമാക്കുവാൻ സാധിക്കുകയില്ല എന്ന് സാരം. ഇതെല്ലാം ഇപ്പോൾ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യങ്ങളാണ്. ഇതെല്ലാം കാണുമ്പോൾ നാം ഓർക്കണം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ വരവ് ഏറ്റവും അടുത്തു എന്ന്. ആകാശമേഘത്തിൽ തൻ്റെ ജനത്തെ ചേർത്തതിന് ശേഷം കർത്താവായ യേശു തൻ്റെ ശക്തിയുള്ള ദൂതന്മാരുമായി സ്വർഗത്തിൽ നിന്ന് അഗ്നിജ്വാലയിൽ പ്രത്യക്ഷനായി ദൈവത്തെ അറിയാത്തവർക്കും നമ്മുടെ കർത്താവായ യേശുവിൻ്റെ സുവിശേഷം അനുസരിക്കാത്തവർക്കും പ്രതികാരം കൊടുക്കും എന്ന് 2 തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ പ്രാവശ്യമാണ് യഹോവ അഥവാ കർത്താവായ യേശു ക്രിസ്തു ഭൂമിയെ വിധിക്കുന്നതിനായി വരുന്നുവെന്ന് 98-ാം സങ്കീർത്തനം 9-ാം വാക്യത്തിലെ പ്രവചനം നിറവേറുന്നത്. നാം ജീവിച്ചിരിക്കുമ്പോൾ ഇപ്പോൾ തന്നെ യേശുവിനെ നമ്മുടെ രക്ഷകനായും ഹൃദയത്തിൻ്റെ രാജാവായും സ്വീകരിച്ച് പാപം ചെയ്യാതെ ജീവിച്ചാൽ നിശ്ചയമായും ന്യായാധിപനായി ഭൂമിയെ കർത്താവ് ന്യായം വിധിക്കുന്നതിന് മുമ്പ് തന്നെ യേശു നല്ല സ്നേഹിതനായി നമ്മെ ആകാശമേഘത്തിലേക്ക് എടുത്തുകൊണ്ട് പോകും. എന്നാൽ നാം പാപത്തിൻ്റെ താൽക്കാലിക മോഹത്തിൽ ആകൃഷ്ടരായി പാപത്തിൽ രസിച്ചാൽ നിശ്ചയമായും യേശു ലോകത്തെ നേരോടെ വിധിക്കുമ്പോൾ നാം ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ വീഴേണ്ടി വരും. കാരണം പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകനാണ് എന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. നരകം നമുക്ക് വേണ്ടി സൃഷ്ടിച്ചതല്ല, സാത്താന് വേണ്ടിയാണ് നരകത്തെ ദൈവം സൃഷ്ടിച്ചത്. എന്നാൽ നാം പാപം ചെയ്യുമ്പോൾ സാത്താൻ്റെ മകനായി തീരുന്നതിനാൽ നമ്മെയും ഗന്ധകം കത്തുന്ന തീ പൊയ്കയിൽ സാത്താനോടൊപ്പം ദൈവത്തിന് എറിയേണ്ടി വരും. ആകയാൽ സുപ്രസാദകാലം ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. നമുക്ക് നമ്മുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് യേശുവിനെ നമ്മുടെ വീണ്ടെടുപ്പുകാരനായി അംഗീകരിക്കാം. ബൈബിൾ വായിക്കുകയും അനുസരിക്കുകയും ചെയ്തുകൊണ്ട് യേശുവിൻ്റെ പ്രിയമക്കളായി നമുക്ക് ജീവിക്കാം. അവൻ്റെ കൽപ്പനകൾ പ്രമാണിച്ചുകൊണ്ട് നിത്യജീവനാവകാശികളായി തീരുകയും ചെയ്യാം. അതിന് കർത്താവ് നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവേ, നല്ല വചനത്തിനായി അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന ഏതെങ്കിലും പ്രിയപ്പെട്ടവർ അങ്ങയെ തിരിച്ചറിയാതിരിക്കുന്നുവെങ്കിൽ തിരിച്ചറിയുവാനുള്ള കൃപ അവർക്ക് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ ഭാരപ്പെടുന്നവർക്ക് രോഗസൗഖ്യം കൊടുക്കണമേ. സമാധാനമില്ലാത്തവർക്ക് സമാധാനം കൊടുക്കണമേ. പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാനുള്ള ബുദ്ധിയും ജ്ഞാനവും ഓർമ്മശക്തിയും കൊടുക്കണമേ. വാർദ്ധക്യത്തിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് അങ്ങ് ആശ്വാസം കൊടുക്കണമേ. ജഡത്തിൽ കഷ്ടത അനുഭവിക്കുവാനിടവരാതെ സഹായിക്കണമേ. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.